ഹായ് ഓൾ, ഏവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് ലെസൺ ആയിട്ടുള്ള കസിൻസ് ഫ്രം അക്രോസ് ദ സീയിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആഫ്റ്റർ ദ ട്രിപ്പ് ടു ലക്ഷദ്വീപ്, തന്മയ റോട്ട് അബൌട്ട് ദ ഫസ്റ്റ് ഡേ ഇൻ ഹെർ ഡയറി. ലക്ഷദ്വീപിലേക്കുള്ള ട്രിപ്പിന് ശേഷം തന്മയ തൻ്റെ ഡയറിയിൽ അവരുടെ ആദ്യത്തെ ദിവസത്തെ ആ ഒരു ട്രിപ്പിൻ്റെ ആദ്യത്തെ ദിവസത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇമാജിൻ ദാറ്റ് യു ആർ തന്മയാസ് ഫ്രണ്ട്. നിങ്ങൾ ഇമാജിൻ ചെയ്യുക, നിങ്ങൾ തന്മയുടെ ഫ്രണ്ടാണ് എന്നുള്ള കാര്യം. ആഫ്റ്റർ റീഡിങ് ദ ലെസൺ, ക്യാൻ യു ഹെൽപ്പ് ഹെർ റൈറ്റ് ദ എൻട്രീസ് ഫോർ ദ റെസ്റ്റ് ഓഫ് ദ ഡേയ്സ്. അപ്പം ഇവിടെ താഴെ ഒരു ലെസൺ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചതിന് ശേഷം ബാക്കിയുള്ള ദിവസങ്ങളുടെ എക്സ്പീരിയൻസസിനെ കുറിച്ച് എഴുതാൻ തന്മയേനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദ്യം. അപ്പോൾ ഒന്നാമത്തെ ദിവസത്തെക്കുറിച്ച് തന്മയ തൻ്റെ ഡയറിയിൽ എഴുതിയിട്ടുള്ള കാര്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എക്സൈറ്റ്മെൻറ്റ്സ് ബിഗിൻ. എക്സൈറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവേശം അല്ലേ. ബിഗിൻ എന്ന് പറഞ്ഞാൽ ആരംഭിക്കുക. അപ്പം ഫസ്റ്റ് ഡേയുടെ ടൈറ്റിൽ തന്നെ വളരെ മാച്ചിങ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അവരുടെ ആ ഒരു ആവേശവും അതേപോലെ എന്താണ് ആ ഒരു സ്ഥലത്തെത്താനുള്ള ആ ഒരു ആകാംക്ഷയും ഒക്കെ തുടങ്ങുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അങ്ങനെയാണ് ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. ടുഡേ വാസ് ദ സ്റ്റാർട്ട് ഓഫ് അവർ ഫൺ ട്രിപ്പ് ടു ലക്ഷദ്വീപ്. ഇന്നായിരുന്നു ലക്ഷദ്വീപിലേക്കുള്ള ഞങ്ങളുടെ ഫൺ ട്രിപ്പിൻ്റെ തുടക്കമെന്ന് പറയുന്നത്. എവ്രി വൺ വാസ് എക്സൈറ്റഡ് വെൻ വി ഗോട്ട് ഓൺ ദ ഷിപ്പ് ഇൻ കൊച്ചി. എല്ലാവരും കൊച്ചിയിൽ നിന്ന് ഷിപ്പിൽ കയറിയ സമയത്ത് വളരെ എക്സൈറ്റഡ് ആയിരുന്നു, വളരെ ആകാംക്ഷയോടുകൂടെ ഇരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ആസ് ദ ഷിപ്പ് മൂവ്ഡ്, ആയിഷ ആൻഡ് ഐ സ്റ്റുഡ് അറ്റ് ദ ഡെക്ക് വിത്ത് അതർ ഫ്രണ്ട്സ് ഫീലിംഗ് ദ കൂൾ ബ്രീസ് ഓൺ അവർ ഫേസസ്. ഈ ഒരു ഷിപ്പ് മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആയിഷയും ഞാനും കൂടെ മറ്റുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ ഷിപ്പിൻ്റെ ഡെക്കിൽ, അതായത് ഷിപ്പിൻ്റെ മേൽത്തട്ട്, കപ്പലിൻ്റെ മേൽത്തട്ടിൽ കയറി നിന്നു. എന്നിട്ട് എന്താണ്, ഫീലിംഗ് ദ കൂൾ ബ്രീസ് ഓൺ അവർ ഫേസസ്. അപ്പോൾ ആ ഒരു സമയത്ത് നല്ല തണുത്ത ബ്രീസ്, ഇളം കാറ്റടിക്കുന്നുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ഫേസിലേക്ക് ഇങ്ങനെ തട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങളിങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ആ ഒരു സുഖം അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. ദ ഓഷ്യൻ വാസ് ബ്രൈറ്റ് ആൻഡ് ബ്ലൂ ആൻഡ് ദർ വാസ് എ ഗുഡ് ബ്രീസ്. അപ്പോൾ എന്താണ്, ആ ഒരു സമുദ്രം വളരെ ബ്രൈറ്റ് ആയിരുന്നു, അതുപോലെ ബ്ലൂ കളറായിരുന്നു, നല്ല നീല കളറായിരുന്നു. ദർ വാസ് എ ഗുഡ് ബ്രീസ്, അവിടെ നല്ലൊരു ബ്രീസ്, ഇളം കാറ്റും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പ്രജുൽ സഡൻലി പോയിൻറ്റഡ് ഔട്ട് ഡോൾഫിൻസ് ജമ്പിങ് നിയർ ദ ഷിപ്പ്. അപ്പം പ്രജുൽ എന്ന് പറയുന്ന കുട്ടി പെട്ടെന്ന് ഇങ്ങനെ പോയിൻ്റ് ചെയ്ത് കാണിക്കുകയാണ്. എന്താണ്, കപ്പലിൻ്റെ അരികിലായിട്ട് ഡോൾഫിൻസ് ഇങ്ങനെ ജമ്പ് ചെയ്ത് പോകുന്നത്. ആൻഡ് വി ഓൾ ചിയേർഡ് ലൗഡ്ലി. അപ്പം എല്ലാവരും എന്താണ്, ഈ ഡോൾഫിനെ കണ്ട സന്തോഷത്തിൽ ഇങ്ങനെ ആർത്തുല്ലസിച്ചു. ഐ കുഡിൻ ബിലീവ് വി വർ ഫൈനലി ഗോയിങ് ടു എക്സ്പ്ലോർ ദ ഐലൻഡ്സ് ടുഗെദർ. ഐ കുഡിൻ ബിലീവ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല, അവസാനം ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഈ ഐലൻഡ്സൊക്കെ വിസിറ്റ് ചെയ്യാൻ പോകുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം. ഓക്കെ, വാട്ട് എ ഗ്രേറ്റ് സ്റ്റാർട്ട് ടു അവർ അഡ്വഞ്ചർ. ഞങ്ങളുടെ ഈ ഒരു സാഹസികതയ്ക്ക് അല്ലെങ്കിൽ സാഹസിക യാത്രയ്ക്ക് എന്തൊരു നല്ല തുടക്കമാണ് ഇത് എന്നാണ് പറയുന്നത്. ഓക്കെ, നൗ ഇറ്റ്സ് യുവർ ടേൺ ടു റൈറ്റ് അബൌട്ട് ദ റെസ്റ്റ് ഓഫ് ദ ട്രിപ്പ്. ഇനി നിങ്ങളുടെ ഊഴമാണ് ഈ ഒരു ട്രിപ്പിൻ്റെ ബാക്കി കാര്യങ്ങൾ, ബാക്കി ദിവസത്തെ കാര്യങ്ങളൊക്കെ എഴുതാനായിട്ട്, എക്സ്പീരിയൻസസ് ഒക്കെ എഴുതാനായിട്ട്. ഓക്കെ, ഡേ 2 എക്സ്പ്ലോറിങ് ദ ഐലൻഡ്സ്. അപ്പോൾ രണ്ടാമത്തെ ദിവസത്തെ എക്സ്പീരിയൻസ് ആണ് ഇവിടെ എഴുതേണ്ടത്. ഇവിടെ കുറച്ച് ഹിൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അത് വെച്ചിട്ടാണ് ഡേ 2 എക്സ്പീരിയൻസസ് ഒക്കെ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്. ഓക്കെ, എന്തൊക്കെയാണ് ഹിൻസ് കൊടുത്തിട്ടുള്ളത്? ലഗൂൺസ്, അതേപോലെ പ്ലേഡ് ഇൻ ദ സോഫ്റ്റ് സാൻഡ്, കളക്റ്റഡ് സീഷെൽസ്, ഫിഷർമാൻ, ഇതൊക്കെയാണ് ഹിൻസ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഡേ 2 കുറിച്ച് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റാർട്ടിങ് കൊടുത്തിട്ടുണ്ട്. ടുഡേ വി അറൈവ്ഡ് അറ്റ് വൺ ഓഫ് ദ ഐലൻഡ്സ് ഇൻ ലക്ഷദ്വീപ് എന്ന് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ലക്ഷദ്വീപിലുള്ള ഒരു ഐലൻഡിൽ എത്തിച്ചേർന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഹിൻസൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഡേ 2 ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. ദ പ്ലേസ് വാസ് ബ്യൂട്ടിഫുൾ ആൻഡ് ദ സീനറി വാസ് എക്സൈറ്റിംഗ്. ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് എന്താണ്, വളരെ ഭംഗിയുള്ളതും അതേപോലെ സീനറി, അതായത് അവിടുത്തെ പ്രകൃതി ദൃശ്യങ്ങൾ വളരെ ആവേശമുണർത്തുന്നതുമായിരുന്നു എന്നാണ് പറയുന്നത്. ആസ് വി walked along the shore, we found that the sand was soft, so we stopped to play in it. അപ്പോൾ ഞങ്ങൾ ഈ സീഷോറിലൂടെ, അതായത് കടൽ തീരത്തൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഞങ്ങൾ അവിടുത്തെ സാൻഡ്, മണൽ വളരെ സോഫ്റ്റ് ആണെന്ന് കണ്ടെത്തുകയും ഞങ്ങൾ എന്നിട്ട് അതിൽ ആ ഒരു മണലിൽ കളിക്കുകയൊക്കെ ചെയ്തു. വി ഓൾസോ എൻജോയ്ഡ് ഫൈൻഡിങ് ആൻഡ് കളക്ടിങ് സീഷെൽസ്. അതേപോലെ തന്നെ എന്താണ്,
സീഷെൽസ് എന്ന് പറഞ്ഞാൽ ചിപ്പി എന്ന് പറയില്ലേ, കക്ക ചിപ്പി എന്നൊക്കെ പറയും. അപ്പോൾ ഈ ചിപ്പി കണ്ടെത്തുകയും അത് കളക്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഞങ്ങൾ വളരെ എൻജോയ് ചെയ്തു എന്നാണ് പറയുന്നത്. ദ സീ വാസ് കാം ആൻഡ് സീയിങ് ദ ലഗൂൺസ് വാസ് ട്രൂലി സ്പെഷ്യൽ എക്സ്പീരിയൻസ് ഫോർ അസ്. അപ്പം ആ ഒരു കടലെന്ന് പറയുന്നത് വളരെ കാമായിരുന്നു, വളരെ ശാന്തമായിട്ടുള്ള കടലായിരുന്നു. അത് മാത്രമല്ല ഈ ലഗൂൺസിനെ കണ്ടത്, ലഗൂൺസ് എന്ന് പറഞ്ഞാൽ ചിറ, കടലിൽ തന്നെ ചിറ പോലെ കാണപ്പെടുന്ന ഒരു ഭാഗമാണ് ലഗൂൺസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടതെന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു അനുഭവം തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്. വി ഈവൻ വാച്ച് ദ ഫിഷർമാൻ വർക്കിംഗ് പേഷ്യൻ്റ്ലി. അത് മാത്രമല്ല ഞങ്ങൾ വേറെ എന്താ കണ്ടത്, ഫിഷർമാൻ അതായത് മീൻ പിടിക്കുന്ന ആളുകൾ, മുക്കുവർ, അവരെന്ത് ചെയ്യുന്നുണ്ട്, വളരെ ശാന്തമായിട്ടിരുന്ന് അല്ലെങ്കിൽ വളരെ ക്ഷമയോടുകൂടെ ആണ് അവരുടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അത് ഞങ്ങൾ കണ്ടു. ഓൾ ഓഫ് ദീസ് സൈറ്റ്സ് മെയ്ഡ് ദ ഡേ വെരി മെമ്മറബിൾ. ഈ കാഴ്ചകളെല്ലാം തന്നെ ആ ഒരു ദിവസത്തെ എന്നേക്കും ഓർമ്മിക്കാനുള്ള ഒരു ദിനമാക്കി മാറ്റി എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഡേ 3 നോക്കാം. അണ്ടർ വാട്ടർ അഡ്വഞ്ചർ, അതായത് വെള്ളത്തിനടിയിൽ സാഹസികത. അപ്പോൾ ഹിൻസ് കൊടുത്തിട്ടുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. ബോട്ട് റൈഡ്, സ്കൂബ ഡൈവിങ്, സ്നോക്കലിംഗ്, അതേപോലെ കളർഫുൾ ഫിഷ്, ബിഗ് സീ ടേർട്ടിൽസ്, ഇതൊക്കെയാണ് ഹിൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റാർട്ടിങ് കൊടുത്തിട്ടുണ്ട് ഡേ 3യുടെ. ടുഡേ വാസ് സൂപ്പർ എക്സൈറ്റിംഗ്. അപ്പോൾ ഇന്ന് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. വി വെൻറ്റ് ഓൺ എ ബോട്ട് റൈഡ് ടു എ കോറൽ റീഫ്. അപ്പം ഞങ്ങൾ ഇന്ന് ഒരു ബോട്ട് റൈഡ് പോയി. എങ്ങോട്ടാണ്? കോറൽ റീഫിലേക്കാണ് പോയത്. അതായത് നിറയെ പവിഴങ്ങൾ ഉണ്ടാകുന്ന പാറ അല്ലെങ്കിൽ പവിഴങ്ങൾ ഉണ്ടാകുന്ന സ്ഥലം, അതാണ് കോറൽ റീഫ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ബാക്കി എഴുതാം. വി ട്രൈഡ് സ്നോർക്കലിംഗ് ആൻഡ് ലവ്ഡ് ഇറ്റ്. സ്നോർക്കലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂബ ഡൈവിങ് പോലെ അത്രമാത്രം പരിശീലനം വേണ്ട ഒരു കാര്യമല്ല. സ്കൂബ ഡൈവിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് പോകുന്നതാണ്. അതായത് ഈ ഓക്സിജൻ അപ്പാരറ്റസൊക്കെ യൂസ് ചെയ്തുകൊണ്ട്. പക്ഷേ സ്നോക്കലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമുദ്രത്തിൻ്റെ ആ ഒരു സർഫേസിൽ തന്നെ ഓക്സിജൻ മാസ്കും അതേപോലെ ആ ഒരു പിക്ചറിൽ കാണുന്ന പോലെയുള്ള ആ ഒരു കണ്ണടയും അതേപോലെ ലൈഫ് ജാക്കറ്റും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് സർഫേസിൽ തന്നെ നമുക്ക് ഇങ്ങനെ നീന്താനൊക്കെ പറ്റുന്നതിനാണ് സ്നോർക്കലിംഗ് എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ സ്നോർക്കലിംഗ് ട്രൈ ചെയ്തു. അത് ഞങ്ങൾക്ക് ഇഷ്ടവുമായി. സം ഓഫ് അസ് ഈവൻ ഡിസൈഡ് ടു ട്രൈ സ്കൂബ ഡൈവിങ്. ഞങ്ങളിൽ കുറച്ച് ആളുകൾ സ്കൂബ ഡൈവിങ് ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്തു. ഇറ്റ് വാസ് സച്ച് എ സ്പെഷ്യൽ എക്സ്പീരിയൻസ്. അത് നല്ലൊരു എക്സ്പീരിയൻസ് അനുഭവം തന്നെയായിരുന്നു. We saw many colorful fish and large sea turtles swimming around us. അതായത് ഞങ്ങൾ ഒരുപാട് കളർ ഫിഷിനെയും അതേപോലെ തന്നെ വലിയ സീ ടേർട്ടിൽസ്, കടലാമകളെയും ഞങ്ങളുടെ ചുറ്റും ഇങ്ങനെ സ്വിം ചെയ്യുന്നത് കണ്ടു എന്നാണ് പറയുന്നത്. വി എൻജോയ്ഡ് എവറി സെക്കൻഡ് ഓഫ് അവർ അഡ്വഞ്ചർ. ഞങ്ങളുടെ ആ ഒരു സാഹസികതയിൽ എല്ലാ നിമിഷവും ഞങ്ങൾ ആസ്വദിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ തന്നെ കോപ്പി ചെയ്ത് വെക്കരുത്. പകരം നിങ്ങളുടേതായിട്ടുള്ള ഐഡിയാസൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഒന്ന് മാറ്റി എഴുതാൻ ശ്രമിക്കാം. ഓക്കെ, ഇത് ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് തന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റിയൊക്കെ ഒന്ന് വർക്ക് ചെയ്യിപ്പിക്കാം. ഓക്കെ, ഇനി ഡേ 4 ആണ്. അപ്പം സേയിങ് ഗുഡ് ബൈ, അവർ അവിടെ നിന്ന് തിരിക്കുകയാണ്. ഓക്കെ, ഹിൻസ് കൊടുത്തിട്ടുള്ളത് മറൈൻ മ്യൂസിയം, ബോർഡഡ് ഷിപ്പ്, ഇത് രണ്ടുമാണ്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റാർട്ടിങ് കൊടുത്തിട്ടുണ്ട്. ടുഡേ വാസ് അവർ ലാസ്റ്റ് ഡേ ഇൻ ലക്ഷദ്വീപ്. ലക്ഷദ്വീപിലെ അവസാനത്തെ ദിവസമായിരുന്നു ഇന്ന്. ആൻഡ് വി വർ സാഡ് വെൻ ഇറ്റ് വാസ് ടൈം ടു സേ ഗുഡ് ബൈ. പോകാനുള്ള സമയം ആയപ്പോഴേക്കും, ഗുഡ് ബൈ പറയാനുള്ള സമയം ആയപ്പോഴേക്കും എല്ലാവർക്കും ആ ഒരു സ്ഥലം വളരെയധികം ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ദുഃഖിതരായിരുന്നു. വി വെൻ ഫോർ വൺ ലാസ്റ്റ് വാക്ക് ഓൺ ദ ബീച്ച്. ഈ ഒരു സെൻറ്റൻസ് നമ്മൾ വേറൊരു സ്ഥലത്താണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. സോ ഇനി നമുക്ക് എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് നോക്കാം. വി വർ സാഡ് ടു ലീവ് സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇത്രമാത്രം ഭംഗിയുള്ള ഈ ഒരു സ്ഥലം വിട്ടുപോകാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വളരെയധികം വിഷമമുണ്ടായിരുന്നു. We visited the Marine Museum and saw the local sea life. It was our first time seeing such a wonderful exhibit. അപ്പോൾ ഞങ്ങൾ മറൈൻ മ്യൂസിയം വിസിറ്റ് ചെയ്തു. അതേപോലെ ലോക്കൽ സീ ലൈഫ്, അതായത് മറൈൻ ലൈഫാണ് ഉദ്ദേശിക്കുന്നത്. സമുദ്ര ജീവിതത്തെക്കുറിച്ചുമൊക്കെ ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചു, പഠിച്ചു. ഇറ്റ് വാസ് എ ഫസ്റ്റ് ടൈം സീയിങ് സച്ച് എ വണ്ടർഫുൾ എക്സിബിറ്റ്. ആദ്യമായാണ് ഇത്രയും വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രദർശനം ഞങ്ങൾ കാണുന്നത്.
വി വെൻ ഫോർ വൺ ലാസ്റ്റ് വാക്ക് ഓൺ ദ ബീച്ച് ടു റിമെമ്പർ എവറിത്തിങ്. ഞങ്ങളെല്ലാവരും എന്താണ് ഒരു ലാസ്റ്റ് വാക്ക്, ഒരു അവസാനമായിട്ട് ഒന്ന് ആ ബീച്ചിലൂടെ നടക്കാനായിട്ട് പോയി, എല്ലാ കാര്യങ്ങളും ഒന്ന് റിമെമ്പർ ചെയ്യാൻ, ഓർക്കാൻ വേണ്ടി. ഇറ്റ് വാസ് ദ മോസ്റ്റ് മെമ്മറബിൾ ട്രിപ്പ് വി ഹാവ് എവർ ഹാഡ്. ഞങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും അനുസ്മരണീയമായിട്ടുള്ള ഒരു ട്രിപ്പ് തന്നെയായിരുന്നു ഇത്. ഫൈനലി വി ബോർഡഡ് അവർ ഷിപ്പ് വിത്ത് മെനി ഹാപ്പി മെമ്മറീസ്. അവസാനം ഞങ്ങൾ ഞങ്ങളുടെ ഷിപ്പിലേക്ക് കയറി ഒരുപാട് നല്ല ഓർമ്മകളുമായിട്ട്. ഇറ്റ് വാസ് ട്രൂലി ആൻ അൺഫോർഗറ്റബിൾ ട്രിപ്പ് ഫോർ ഓൾ ഓഫ് അസ്. ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു യാത്ര തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ ഇതേപോലെ തന്നെ ടെക്സ്റ്റിൽ കോപ്പി ചെയ്യാതെ നിങ്ങളുടെ ഐഡിയാസും തോട്ട്സും ഒക്കെ വെച്ചിട്ട് ഇതിനൊന്ന് മാറ്റി എഴുതാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യു ആർ പ്ലാനിങ് ആൻ എക്സ്കർഷൻ വിത്ത് യുവർ ടീച്ചേഴ്സ് ആൻഡ് ഫ്രണ്ട്സ്. നിങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും ഒക്കെ കൂടെ ഒരു എക്സ്കർഷൻ, ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണ്. പ്രിപ്പയർ എ ട്രാവൽ പ്ലാൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ട്രാവൽ പ്ലാൻ ഉണ്ടാക്കണം. എങ്ങോട്ടാണ് പോകുന്നത്, എങ്ങനെയാണ്, ബസ്സിലാണോ പോകുന്നത് അതോ ട്രെയിനിലാണോ പോകുന്നത്, അതേപോലെ എത്ര ദിവസത്തേക്കാണ് പോകുന്നത്, പിന്നെ അവിടെയുള്ള ടൂറിസ്റ്റ് അട്രാക്ഷൻസ്, അവിടെ എന്തൊക്കെയാണ് കാണാനുള്ളത്, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളത്, അതേപോലെ അഫോർഡബിൾ ആണോ, നമുക്ക് പോകാനുള്ള പൈസയൊക്കെ എല്ലാവർക്കും ഒരേപോലെ എടുക്കാൻ പറ്റുന്ന തരത്തിലാണോ, അതേപോലെ ഭക്ഷണം, എവിടെയാണ് താമസം, ഇതൊക്കെയാണ് നമ്മൾ ഒരു ട്രാവൽ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ബ്രാക്കറ്റിൽ ഐറ്റിനറി കൊടുത്തിട്ടുണ്ട്, അത് ട്രാവൽ പ്ലാൻ തന്നെയാണ് കേട്ടോ. അതായത് യാത്രയുടെ വിശദ വിവരങ്ങളെക്കുറിച്ചാണ്. യൂസ് ദ ഫോളോയിങ് ഹിൻസ്. താഴെ കൊടുത്തിട്ടുള്ള ഹിൻസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ട്രാവൽ പ്ലാൻ തയ്യാറാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ട്രാവൽ പ്ലാൻ ഉണ്ടാക്കാം. ഇതിൽ നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമോ അല്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള സ്ഥലമോ ഒക്കെ കൊടുത്തുകൊണ്ട് ഈ ഒരു ട്രാവൽ പ്ലാൻ നിങ്ങൾക്ക് തയ്യാറാക്കാം കേട്ടോ. ട്രാവൽ പ്ലാൻ. ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പോവേണ്ട സ്ഥലം ഏതാണ്, നമ്മളിവിടെ മൈസൂരാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. മോഡ് ഓഫ് കൺവെയൻസ്, അതായത് നമ്മൾ എങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന ബസ്സിലാണ്, അതുകൊണ്ട് ബസ് എന്ന് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബസ് ഫ്രം ദ സ്കൂളിൽ നിന്നൊക്കെ കൊടുക്കാം. ഡ്യൂറേഷൻ ഓഫ് വിസിറ്റ്, എത്ര ദിവസത്തേക്കാണ്, 2 ദിവസമാണ് കേട്ടോ ഇവിടെ ഞാൻ കൊടുക്കുന്നത്. ടൂറിസ്റ്റ് അട്രാക്ഷൻസ്, അതായത് ആ ഒരു നമ്മൾ പോകുന്ന സ്ഥലത്ത് ആളുകൾ കൂടുതൽ വിസിറ്റ് ചെയ്യുന്ന സ്ഥലം ഏതൊക്കെയാണ്. മൈസൂരിൽ മൈസൂർ പാലസ്, മൈസൂർ സൂ, ബൃന്ദാവൻ ഗാർഡൻസ്, പിന്നെ കരിഞ്ഞി ലേക്ക് ആൻഡ് മൈസൂർ റെയിൽവേ മ്യൂസിയം. ഇത്രയാണ് കൊടുത്തിട്ടുള്ളത്. ഇത്രയാണ് നമ്മളുടെ ഈ ഒരു പ്ലാനിൽ നമ്മൾ വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എക്സ്പെൻഡിച്ചർ അഫോർഡബിൾ, സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി, അതായത് എല്ലാ കുട്ടികൾക്കും കൊടുക്കാൻ പറ്റിയ ഒരു എമൗണ്ട്, അതാണ് സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ അഫോർഡബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫുഡിൻ്റെ കാര്യം എങ്ങനെയാണ്, സിമ്പിൾ ഡെലീഷ്യസ് മീൽസ് പ്രൊവൈഡഡ് ത്രൂ ഔട്ട് ദ ട്രിപ്പിൽ ത്രൂ ഔട്ട്, അതായത് ട്രിപ്പിന് പോയി തിരിച്ച് വരുന്നത് വരെ നല്ല സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അക്കോമഡേഷൻ, സേഫ് ആൻഡ് കംഫർട്ടബിൾ ഹോട്ടൽ. അപ്പം ആർക്കും പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും പേടിക്കാതെ സേഫായിട്ട് നിൽക്കാൻ പറ്റിയ ഹോട്ടൽസാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം 2 ദിവസമോ 3 ദിവസമാണ് ഡ്യൂറേഷൻ ഓഫ് വിസിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഓരോ ദിവസവും എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെസണിലെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.